സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. ചേട്ടാ ലൈറ്റ് ഇട്ടാ കടക്കുമ്പോ ലൈറ്റ് വേണ്ട. സത്യമായിട്ട് പേടിച്ചേട്ടാ ഞാന് കേസിവിടെ പേടിച്ചോടിയാ സ്റ്റേഷനൊക്കെ പൂട്ടിട്ട്. ഇൻഫെക്ഷൻ എനിക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞതിന് പക്ഷെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും രണ്ടുപേരും. ഹായ് ഗൈസ്, തമ്പനയിലും സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിക്കിട്ടില്ലേ? ഇത് നമ്മുടെ സ്വന്തം അനുവും ദീപുചേട്ടനും. അപ്പം അനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കൊടുത്തത്. അപ്പോൾ നോർമലി ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്ന് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആൾക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, 11 മണി വരെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ടയേർഡാവും. അപ്പോൾ ഈ വർഷത്തെ ബർത്ത്ഡേ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കളിയാക്കൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10 മണിയാകുമ്പോൾ ചേട്ടായി വരുന്നത്. നമുക്ക് അനുവിന് ചെറുതായിട്ടൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനൊരു പ്ലാൻ ഉണ്ട്, അപ്പം നിങ്ങളും കൂടി വരണം എന്ന് പറഞ്ഞു കേട്ടോ. 11 മണിക്കാണ് ആളുടെ ഡ്യൂട്ടിയൊക്കെ കഴിയാം. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു കേട്ടോ. അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് പുള്ളിക്കാരൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും അതുപോലെ ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് അതുപോലെ ഗിഫ്റ്റ് ഒക്കെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 11 മണിക്കാണ് ആളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരിക. കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൽ തന്നെയുള്ള നമ്മളെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ആൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അത് ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റാർട്ടിങ് ആ വീഡിയോ ഇട്ടത്. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഡ്യൂട്ടി ഡ്രസ്സിലായതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കേട്ടോ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവരുടെ തന്നെ വേറൊരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നത്. അപ്പോൾ നമുക്കൊന്നും ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ചേട്ടൻ ഓടിച്ചു കേട്ടോ. ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യാൻഡീസിൻ്റെ ഒരു ബൊക്കയും അതേപോലെ ഇതാണ് ഗംഭീര സർപ്രൈസ് ആയി പോയത്. ഐഫോണൊക്കെ കൊടുത്തു കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആൾ ഒട്ടും നോർമലി നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായില്ലേ, ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്ത. കാരണം എന്താ പറയുക, ആ ഒരു സർപ്രൈസ് ഭയങ്കരമായിട്ടും ഞങ്ങൾക്കും അതൊരു ഹാപ്പിനെസ് ആയിട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ച് ഒക്കെ സെറ്റ് ചെയ്തു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.